എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ റിച്ചാർഡ് ഊബർ ബുക്ക് ചെയ്തിട്ട് ഓടിപ്പോകുന്ന സീനാണ്. കാരണം അവൻ്റെ കോഴ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5 ദിവസത്തെ കോഴ്സ് യൂറോടെക് കാക്കനാട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ റിച്ചാർഡ് ഇവിടെ 6 മാസം കോഴ്സിന് പോയില്ലേ, ആ യൂറോടെക്കിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ 8:30 ക്ലാസ്സിൽ ചെന്നിരിക്കണം. അതുകൊണ്ട് അവന് ഡ്രൈവ് ചെയ്ത് പോകാനും മടിയാണ്. ബസ്സിൽ ആണെന്നുണ്ടെങ്കിലും തിരക്കായിരിക്കുള്ളൂ, അവിടെ നടന്നൊക്കെ പോകട്ടെ, അതുകൊണ്ടാണ് ഊബർ ബുക്ക് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവൻ പോയി. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് വർക്കൊന്നും ചെയ്തിട്ടില്ല. റിച്ചാർഡ് പോകാതെ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ 7:30 മണിക്കാണ് റിച്ചാർഡ് ഇവിടുന്ന് ഇറങ്ങിയേക്കുന്നത്. സാധാരണ ഇപ്പോൾ 7:30 മണിക്കൊക്കെ എൻ്റെ യൂട്യൂബ് വർക്കൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ തൊട്ടിട്ടില്ല. അങ്ങനെ 7:30 മണിക്കാണ് യൂട്യൂബ് വർക്കിന് ഇരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഒരു ഉപ്പുമാവ് വേഗം ഉണ്ടാക്കിയിട്ട് പപ്പക്കൊക്കെ കൊടുത്ത് പപ്പടവും കൂട്ടിയിട്ട് കഴിക്കും. ചോറും വെച്ച് കുക്കറിൽ തന്നെ, കാരണം റിച്ചാർഡിന് ഞാൻ വൈകുന്നേരം വേറെ ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമായിട്ട് ചോറ് കലത്തിലിടേണ്ട ആവശ്യമില്ല, കുക്കറിലിട്ടാൽ മതി. അങ്ങനെ ഞാൻ കുക്കറിൽ ചോറ് വിട്ട് ഇനിയിപ്പോൾ റിച്ചാർഡിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ അവൻ്റെ പെട്ടിക്കകത്തേക്കൊന്ന് എടുത്ത് വെച്ച് മാറ്റാനുണ്ട്. അതാണിപ്പോൾ ചെയ്യണത്. ഇതെന്താണ് ഇവിടെ കയറി കിടക്കണത് കുഞ്ഞ്? ഇഷ്ടപ്പെട്ടോ കുഞ്ഞിക്ക് ചേട്ടൻ്റെ ബാഗിൽ? വലിയ ഇഷ്ടത്തിൽ കിടക്കണേന് കേട്ടോ. കൊച്ചു നോക്കിയപ്പോൾ കൊച്ചിന് കിടക്കാൻ പറ്റിയ അത്രയും നല്ലൊരു സ്പേസ്. അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് മുട്ടിയൊക്കെ കിടക്കാം അല്ലേപ്പാ? കുഞ്ഞപ്പോ കുഞ്ഞപ്പോ കുഞ്ഞപ്പേ കുഞ്ഞപ്പൻ മാറ്. പപ്പ അത് പൂട്ടിട്ടെ, അവിടെ സാധനത്തിന് കൂടി വെക്കാനുണ്ട്. മാറ് കുഞ്ഞു, മാറണില്ലേ? അപ്പം നമ്മുടെ റിച്ചാർഡിൻ്റെ പെട്ടിയിലുള്ള എല്ലാം എടുത്ത് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവന് യൂസ് ചെയ്യാത്തതും എല്ലാം, ടാഗ് പൊട്ടിക്കാത്തത് വരെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് എല്ലാം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സ്വെറ്ററുകൾ, പിന്നെ അവൻ്റെ വലിയ ഡ്രസ്സുകളായിരുന്നല്ലോ അവൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോഴത്തേക്കും അവൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് പുതിയ ഡ്രസ്സുകളായി ഇടുന്നത്. അപ്പോൾ ആ ഇട്ടിട്ട് പോയ ഡ്രസ്സുകൾ എല്ലാം ഈ പെട്ടിക്കകത്ത് വെച്ച് ഞാൻ പൂട്ടിയേക്കണേണ്. ഇത് അലമാരിയിൽ വെച്ചിട്ട് കാര്യമില്ല, ഇപ്പോഴൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്വെറ്ററുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി കാലിയായിട്ടല്ലേ ഇരിക്കണം. അപ്പോൾ ഏതായാലും ഇത് അതിനകത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് നിറച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോഴേക്കുമാണ് നമ്മുടെ റൂബിക്കുഞ്ഞ് അതിനകത്ത് കയറി കിടന്നിട്ട് എഴുന്നേക്കണില്ല. റോജൻ്റെ പെട്ടിയായാലും റായൻ്റെ പെട്ടിയായാലും തുറന്നു കഴിഞ്ഞാൽ അവൾക്ക് കയറി കിടക്കണം. അവൾക്ക് എന്തോ ഇതിനകത്ത് കിടക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്കും പപ്പക്കും ഒന്ന് അത്യാവശ്യം പുറത്ത് പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ കല്യാണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഞാനും പപ്പയും പോകാൻ നിൽക്കണേണ്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ വീട്ടിൽ ഇന്ന് ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പോണത് കേട്ടോ. അടുത്ത് തന്നെയാണ്. അപ്പോൾ റൂബി ഒറ്റക്കാണ്. അപ്പോൾ റൂബിനെ ഒന്ന് ഒറ്റക്ക് നിർത്തി ആ ഒരു ശീലവും കൂടി അവൾക്ക് ആക്കിയെടുക്കണം. ഇപ്പം നമ്മൾ കല്യാണത്തിനും മനസ്സമ്മതത്തിനും ഒക്കെ എന്തായാലും അവൾ ഒറ്റക്കാവും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മളങ്ങനെ നിർത്തി അവൾക്കൊരു ശീലമായി മാറുമല്ല എന്ന് വിചാരിച്ച് അവളെ ഞങ്ങൾ കൊണ്ടുപോകണം. വേണമെന്നുണ്ടെങ്കിൽ അവളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാം. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോകണ്ട, കാരണം അവളെ ഒന്ന് ശീലിക്കട്ടെ ചെറിയ രീതിക്കെങ്കിലും. അങ്ങനെ ഞാനും പപ്പയും പോയി. റൂബി കിടന്ന് കരയും, അത് നമ്മൾ അറിയുന്നില്ല. എങ്കിലും വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒറ്റക്ക് ഇപ്പോൾ കുട്ടികളുടെ ഒപ്പം നിർത്തിയാൽ പോലും അവൾ കിടന്ന് കരഞ്ഞ് ഓലിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. അത് നമുക്കറിയാം. അപ്പോൾ പിന്നെ ആരുമില്ലെന്നുണ്ടെങ്കിലും ഇതുപോലെ ഓലിയിടുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ആണെങ്കിലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിതേ തിരിച്ചെത്തിയിട്ട് അവളെ കൊണ്ട് കറങ്ങാൻ വേണ്ടി പോകണേണ്ട. വലിയ സന്തോഷത്തിൽ ഓടി വന്ന് കയറി. അങ്ങനെ പറഞ്ഞ് ഒന്നുകൂടി ഫോർട്ട് കൊച്ചിയിൽ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊന്ന് ഇവിടെ ഫോർട്ട് കൊച്ചി മൊത്തത്തിലൊന്ന് കറക്കിയിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലിയുടെ സമയങ്ങൾ അങ്ങനെ നീങ്ങി പോകണേ കേട്ടോ. കറി വെക്കാനും ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറയലുണ്ട്, ഒരുപാട് നേരം പോകും, എങ്കിലും റൂബിനെ ഒന്ന് കറക്കുകയും ചെയ്യണം. അത് അവളുടെ ഒരു സന്തോഷമല്ലേ. എങ്കിലും സാരമില്ല, എന്തെങ്കിലും ചെയ്യാൻ പറയാം, അത് കുഴപ്പമില്ല. ഉപ്പുമീനില്ലേ വീട്ടിൽ, ഉപ്പുമീനും കൂട്ടിയിട്ട് ചോറുണ്ടാം. അവനില്ലല്ല, അവൻ രാത്രിയിലേ വരുള്ളൂ, രാത്രി ഡിന്നറിനല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്ത് റിച്ചാർഡ് കോളേജിൽ പഠിക്കാൻ നടക്കുന്ന ആ ഒരു സമയം നിങ്ങൾ വീഡിയോ കണ്ടവർ ഓർക്കുന്നുണ്ടാകാം.
അവൻ രാത്രി വരുമ്പോഴേക്കും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഞാൻ ഉണ്ടാക്കി വെക്കുക. എപ്പോഴും സന്ധ്യ നേരത്താണ് പാചകത്തിന് കയറുന്നത് തന്നെ. അവൻ വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ചൂടായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ നീ വരുമ്പോഴത്തേക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി വെക്കട്ടെ. ഇപ്പോൾ ഈ റോജറൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ അവൻ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ റോജറൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചില്ലി ചിക്കൻ വെക്കാറില്ല. പിന്നെ അവന് വേണ്ടിയിട്ട് വേറൊന്നും വെക്കണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ മമ്മിയെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ്. ഫ്രൈഡ് റൈസ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, അപ്പോൾ ഞാൻ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യണം. ഇതിനൊക്കെ കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ റൂബി കുഞ്ഞിനെയുമായിട്ട് ഇപ്പുറത്തേക്ക് വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആ സൈഡിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ മൈക്കിലൂടെ അവരുടെ ഇത് വിലയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അപ്പോൾ അത് മേടിക്ക്, മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ മാങ്ങ പ്രിയൂര് മാങ്ങ അങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് കൊള്ളാമല്ലോ, അത് മേടിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പപ്പ വേഗം മാങ്ങ മേടിച്ച്, പൈനാപ്പിൾ മേടിച്ച്, പിന്നെ പപ്പക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് പൊട്ടാറ്റോ അതുണ്ടായിരുന്നു. അപ്പോൾ അത് 3 കൂട്ടമാണ് അവിടെ വിൽക്കണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് അപ്പം ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കച്ചവടത്തിന് ആളുകൾ വന്നിട്ട് ഇപ്പം അങ്ങനെയാണല്ലോ, അവർ റെക്കോർഡാണ് ഓൺ ചെയ്ത് വെക്കണത്. അപ്പോൾ അത് സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വില കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൂരം നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന വിലയാണ് അവിടെ ചെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ ദേ റൂബി കുഞ്ഞിനെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള എല്ലാ വഴികൂടിയും കറക്കി കാഴ്ചകളൊക്കെ കാണിച്ച് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ദേ വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത പാചകങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അത് ഈ 3 സാധനങ്ങളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റുള്ള പൈനാപ്പിളും ഒക്കെ തന്നെ ആയിരുന്നു, നല്ല സ്മെല്ലുമായിരുന്നു പൈനാപ്പിളിന്. അപ്പം ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് നിന്ന് വഴുതനങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും പപ്പക്കും മാത്രം മതി, അതുകൊണ്ട് 1/4 കിലോ വഴുതനങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് അരിഞ്ഞൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം പൊളിച്ച് വെച്ചേക്കണതുകൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ അതിനകത്ത് നിന്ന് ആവശ്യത്തിനുള്ളത് എടുത്ത്, ഇനി നമുക്ക് ഈ ഒരു വഴുതനങ്ങ ഉലത്തിയതും ഉപ്പുമീനും ഉണ്ട്, അത് മതി ഉച്ചക്ക് കഴിക്കാനായിട്ട്. നമ്മുടെ റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള പാചകത്തിനാണ് ഇന്ന് സമയം കൂടുതൽ വേണ്ടത്. അത് ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളും എല്ലായിടത്തും ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്, പച്ചക്കറികളെല്ലാം അരിയാനുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ചിക്കനും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി. അപ്പോൾ എനിക്ക് ഒരുവിധം ജോലികൾ ഒതുങ്ങിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ആദ്യം ചിക്കൻ എടുത്ത് മാരിനേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും റൂബിയുടെ ചിക്കനായിരുന്നു, എല്ലുള്ള ചിക്കനായിരുന്നു ഞാൻ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ടത്. അപ്പോൾ എനിക്കൊരു വിഷം പോയി. ഇനിയിപ്പോൾ എല്ലില്ല, അതായത് ഏകദേശം ഒരേപോലത്തെ ഒരു പാക്കറ്റിലാണ് വെച്ചത്, അതാണ് തെറ്റിപ്പോയത്. ഇനിയിപ്പോൾ ഈ തണുപ്പ് മാറിയതിനടുത്ത് അകത്തോട്ട് വെച്ചിട്ട് റിച്ചാൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് അത് പുറത്തേക്ക് വെക്കണം. അങ്ങനെ ഒരു പണിയായിപ്പോയി. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു. ഏതായാലും വൈകുന്നേരത്തേക്കും മതിയല്ല, അപ്പോൾ കുഴപ്പമില്ല. ആ ചിക്കൻ എടുത്ത് അകത്തേക്ക് വെച്ച്, റൂബിയുടെ ചിക്കൻ അകത്തേക്ക് വെച്ചിട്ട് റിച്ചാൻ്റെ കൊടുക്കാനുള്ള ബ്രസ്റ്റ് പീസ് എടുത്ത് ഞാൻ പുറത്തേക്കും വെച്ചിട്ടാണ്. അപ്പോഴേക്കും നമ്മളുടെ ചോറ് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടാണല്ലോ പോയിട്ട് വന്നത്. അപ്പോൾ അതും വെന്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ തീയിലിട്ടാണ് സാവധാനം ചൂടായി, അത് ഒരുവിധം പുകയൊക്കെ വന്ന് ആ ഒരു തിളക്കുന്ന സ്മെല്ലും ഇല്ലേ, അപ്പോഴേക്കാണ് ഓഫ് ചെയ്യണത്. അല്ലാതെ വിസിലിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിലാക്കിപ്പോയാൽ ഉള്ളിൽ ചോറ് വെന്തലിഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു പുക വിസിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദമില്ലാതെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് വരും. പിന്നെ തിളക്കുന്ന മണം കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കും. അതാണ് ഒരു പരുവം. നമ്മൾ കലത്തി വെക്കണ ചോറ് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ഒട്ടാത്ത ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ചോറ് അവിടെ അങ്ങനെ തന്നെ വാർത്തിട്ട്, എളുപ്പപ്പണിയാണത്. നമുക്ക് പിന്നെ വേറെ പാത്രങ്ങൾ വേണ്ട, കുക്കറിൽ തന്നെ അങ്ങോട്ട് വാർത്തിടാം, ചരിച്ച് വെച്ചാൽ മതി. അതിൻ്റെ വാഷറും വെയിറ്റ് ഊരി മാറ്റിയതിന് ശേഷം പിന്നെ വെണ്ടക്കായെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അത് വഴുതനങ്ങ ഒന്ന് താളിച്ചെടുക്കണേണ്. അപ്പോൾ വഴുതനങ്ങയിൽ ചെമ്മീനൊക്കെ ഇട്ടെന്നല്ലാണ്. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ മേടിക്കാറില്ല, കാരണം നമ്മുടെ ചെമ്മീൻ തൊണ്ട് കളയാൻ സ്പേസ് ഇല്ല നമുക്ക്. ഭയങ്കര സ്മെല്ലാണ് ചെമ്മീൻ തൊണ്ട് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അത് ഫ്രീസറിൽ കയറ്റി ഫ്രീസ് ചെയ്ത് അടുത്ത ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീസർ ഭയങ്കര മണമാണ്. പിന്നെ ചെമ്മീൻ തലയൊക്കെ എത്ര അടച്ചു വെച്ച് കഴിഞ്ഞാലും മണമാണ്. അതുകൊണ്ട് ഇപ്പോൾ ചെമ്മീൻ മേടിക്കൽ നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും മുളക് പൊടിയും മേൽപ്പൊടിയും മാത്രം ഇട്ടിട്ട് അതൊന്ന് താളിച്ച് നല്ല ടേസ്റ്റായിരുന്നത്. അതവിടെ ഇട്ടതിന് ശേഷം എനിക്ക് ഈ പൈനാപ്പിളിൻ്റെ സ്മെല്ലടിച്ചിട്ടില്ലേ, അത് അപ്പോൾ തന്നെ കഴിക്കണമെന്നുള്ളൊരു കൊതി വന്നിട്ട് പോയി. അത്രയും നല്ല സ്മെല്ലാണ് പൈനാപ്പിളിൻ്റെ. അത് വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് അരിഞ്ഞു വെച്ചു. അപ്പോൾ പപ്പക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിളൊക്കെ കഴിക്കണത്. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ റയനാണ് ഇത് ഏറ്റവും ഇഷ്ടം. റയനെ ഞാൻ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ. ഇത് കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വന്നും പോയി നടന്നങ്ങോട്ട് കഴിച്ച് തീർത്തേക്കും റയൻ. അങ്ങനെയാണ്, ഫ്രൂട്ട്സിൻ്റെ ആളാണല്ലോ റയൻ. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സാണ് ഇഷ്ടം. അവന് മറ്റേ
ഇത് കേക്ക്സ്, ബേക്കറി ഐറ്റംസ് ഇതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എത്രയോ കിലോ ആപ്പിളൊക്കെയാണ് മേടിച്ചിട്ട് അവൻ കഴിക്കണതിരുന്നിട്ട്, അത്രയും ഇഷ്ടമാണ് അവന്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ റയൻ്റെയും റോജറിൻ്റെയും വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടൂല, അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. അവർ സുഖമായിട്ടിരിക്കണം. എല്ലാവരും കോണ്ടാക്ട് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ആയിരിക്കാൻ വിടുന്നത് റയൻ, അത്രയൊക്കെ നടക്കുകയുള്ളൂ. അതും മതി നമ്മൾക്ക്. കൂടുതലൊന്നും പറയല് ഞാൻ ഒരിക്കലും കുട്ടികളങ്ങനെ വിളിക്കാറുമില്ല. അവരൊരു ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോൾ അവരെ വിളിച്ച് ശല്യം ചെയ്യാൻ ഞാൻ നിൽക്കാറില്ല. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയണതാണ്, ഞാനങ്ങനെ വിളിക്കാറില്ല. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് പറയും ചേച്ചി അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് വിളിക്കണം. എനിക്കറിയാം കുട്ടികൾ കറക്റ്റായിട്ട് അവരുടെ ആ സമയത്ത് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തോളും. അല്ലാതെ നമ്മളിങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറില്ലേ. അവരുടെ ജോലികൾ അവർ ചെയ്യട്ടെ സമാധാനമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റയനെയൊന്നും ഞാൻ വിളിക്കാറില്ല, റോജറിനെയും വിളിക്കാറില്ല. അവരിങ്ങോട്ട് വിളിക്കും, അപ്പോൾ സംസാരിക്കും. ഇപ്പോൾ റോജറും കഴിഞ്ഞ ദിവസം രാത്രി ഒരുപാട് നേരം വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കണം. റയൻ്റെ ജോലികളിലേക്ക് കടന്ന് റയനും സുഖമായിട്ടിരിക്കണം, ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കല്യാണത്തിന് ഉണ്ടാവില്ല റയൻ എന്നുള്ള ഒരു വിഷമമുണ്ട്. അത് ഒരു വിഷമം തന്നെയാണ്, അതവിടെ കിടക്കട്ടെ. നമുക്ക് അത്യാവശ്യം കല്യാണം നടക്കണമെന്നുള്ളതാണ്. എല്ലാവരും കൂടണം എന്നുള്ളതിനേലും നല്ലത് നമ്മൾക്ക് കല്യാണം നടക്കണത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനില്ലേ പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതൊരു പകുതിയോളം ഞാൻ അപ്പം തന്നെ കഴിച്ച്, ബാക്കി പപ്പ വന്നിട്ട് കഴിക്കുന്നുണ്ട്. പപ്പനെ ഞാൻ ആ ബൗൾ കാണിച്ചു കൊടുത്തിട്ട് ഈ ബൗളിലാണ് വെച്ചേക്കണത്. അത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ തൊടൂല കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഏതായാലും ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് വേവിക്കണേ. സെല്ല റൈസ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 1.25 കപ്പുണ്ട്. ആ റൈസ് ഞാൻ വാർത്തിടാൻ പറ്റിയ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് വേവിക്കണത്. കാരണം ഇതോട് കൂടി അങ്ങോട്ട് വാർത്തിട്ട് കഴിഞ്ഞാൽ ആ കുക്കർ വാർത്തിട്ട പോലെ നമുക്ക് ഈസിയാണ്. നമ്മുടെ പാത്രങ്ങൾ 2-3 എണ്ണം കഴുകണതൊക്കെ ഒഴിവാക്കാം, ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ആ ഉപ്പിത്തിരി കുറവായിട്ട് തോന്നി ഒരു ഇത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി തിളച്ച് ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് വാർത്തിടാം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ റൈസ് തണുത്തിരിക്കും. അപ്പോൾ തണുത്ത റൈസ് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴാണ് അത് പൊടിഞ്ഞു പോകാതെ കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞൊക്കെ പോകും. അപ്പോൾ അത് ഈ പരിപാടി കഴിഞ്ഞാൽ സാവധാനം അതവിടെ ഇരുന്ന് തണുത്തോട്ടെ. ഇപ്പം നമ്മൾ ഉച്ചക്കല്ലേ ആയിട്ടുള്ളൂ. വൈകുന്നേരം റിച്ചാൻ 6 മണി വരെ ക്ലാസ് ഉണ്ട്. ഈ 6 മണി കഴിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും മണി 8 ആകും. അപ്പോൾ ആ സമയത്ത് കൊടുത്താൽ മതിയല്ല. പിന്നെ പച്ചക്കറികൾ എന്തൊക്കെയാണ് ഫ്രൈഡ് റൈസിന് വേണ്ടത്, ചില്ലി ചിക്കന് വേണ്ടത്, അതൊന്ന് കണക്ക് കൂട്ടി ആ ഒരു അളവിൽ അതൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് അരിയണത്. ബീൻസ്, ക്യാബേജ്, ക്യാരറ്റ്, ഈ 3 സാധനങ്ങൾ. പിന്നെ നമ്മളുടെ സ്പ്രിംഗ് ഒണിയനും ഇതിനെ കൂടി ആവശ്യമുണ്ട്. അത് ഞാൻ നേരത്തെ കുറച്ച് ദിവസം മുൻപേ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ആ സ്പ്രിംഗ് ഒണിയനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കനും വേണ്ട കോമൺ ആയിട്ടുള്ള സാധനമാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ അത് 2 എണ്ണത്തിനും വേണ്ടിയിട്ടുള്ളത് ഒന്നിച്ച് നമ്മൾ ഒന്ന് ചോപ്പ് ചെയ്ത് അതുകൂടി വെക്കണം. പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തും വെക്കണം. പിന്നെ ഒരുപാട് തരി പോലെ ചോപ്പ് ചെയ്യേണ്ട, കുറച്ച് കട്ടിയായിട്ടുള്ള ഇതായിട്ട് ചോപ്പ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഇത് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കം, സവാള ക്യൂബ് കണക്കെ കട്ട് ചെയ്തിട്ട് അതും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പണികൾ തന്നെയാണ്. ഈ ഒരു കട്ടിങ്ങും എല്ലാം തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ഒരു പണികളെല്ലാം തീർത്ത് വെച്ചിട്ട് ഞാൻ വേർത്തുരുക്കി നിൽക്കുന്നത്. കാരണം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ചൂടുണ്ട്. എങ്കിൽ തന്നെയും ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് കുളിക്കാം എന്നുള്ള രീതിക്ക് ഏതായാലും വേർക്കും. അപ്പോൾ വേർത്ത് നിന്ന് ഇതങ്ങോട്ട് തീർത്തിട്ട് പോകാം എന്നുള്ള രീതിക്ക് ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ്റെ തണ്ടും അതിൻ്റെ അറ്റത്ത് ആ ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക്. അപ്പോൾ ആ അറ്റത്തുള്ള ഉള്ളി ഞാൻ ഇത് ഫ്രൈഡ് റൈസിൻ്റെ അകത്തേക്ക് ഇടാനാണ് അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണത്. ഫ്രൈഡ് റൈസിൻ്റെ അകത്തേക്ക് വേറെ സവാള ഇട്ടൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ആ ബൾബാണ് ചേർക്കുന്നത്. പിന്നെ അതേ ചിക്കൻ എടുത്തിട്ട് അത് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും കോൺഫ്ലോറും മുട്ടയും ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ മുട്ട ഇത്തിരി കൂടുതലാണ്, ഒരു പകുതി മുട്ട ചേർത്താൽ മതി, എന്നാലേ അത് കോട്ടാവുള്ളൂ. ഇപ്പോൾ മുട്ട കുറച്ച് വെള്ളം പോലെ താഴെ കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് കുഴപ്പമില്ല, ആ മുട്ട മാത്രമായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഒരു മുട്ട മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഹാഫ് മതി. കുഞ്ഞു മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഇടും. ഇത് വലിയ മുട്ടയുമാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ജോലികൾ തുടക്കലും അടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ലെന്ന് മാത്രം, ഒരുപാട് പണികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കണത് കേട്ടോ. ചായയുടെ സമയമായി. അപ്പോൾ ഇത് വറുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒരു ചായ ഇട്ട് പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയൊരു ഇത്തിരി ഉണ്ടായിരുന്നത് ഞാനും കുടിച്ച്. അപ്പോൾ അവിടെ ചായ കുടിക്കാനിരുന്ന സമയത്ത് അങ്ങനെ ഓരോരോ ഡിസ്കഷൻസ്, നമ്മുടെ കല്യാണത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻസൊക്കെ അങ്ങനെ ചെയ്ത് ഒത്തിരി കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കാനുള്ളത്. ഇപ്പോൾ റിച്ചാർഡ് വന്നതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ മൂവ് ആക്കിയേക്കുന്നത്. കാരണം റിച്ചാർഡിൻ്റെയും കൂടെ അഭിപ്രായം നോക്കാതെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ റിച്ചാർഡും തിരക്കാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടതില്ലേ, 7-ാം തീയതി വന്നിട്ട് 8, 9, 10 തീയതികളിൽ അവന് പ്രീക്കാന അപ്പോഴും തിരക്കല്ലേ. പിന്നെ 11-ാം തീയതി ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ പോയി. 12-ാം തീയതി എന്ന് പറഞ്ഞത് അവന് ചെക്കപ്പ് ഉണ്ടായിരുന്നില്ല, ഷിപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി. അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോന്നാണ്. പിന്നെ ബുധനാഴ്ച അവന് കോഴ്സ് തുടങ്ങണേണ്. ഇനിയൊരു 5 ദിവസം, ശനിയാഴ്ച വരെ കോഴ്സാണ്. വൈകുന്നേരം രാത്രിയല്ലേ ആളെത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയമേ ഉള്ളൂ സംസാരിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഈ ചില്ലി ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ 2 തവണയായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയിട്ട് ഇതിനകത്ത് തന്നെ പാചകം തീർക്കാം, ഈ ഒരൊറ്റ ചട്ടിയിൽ തന്നെ. അപ്പോൾ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ അതൊന്ന് വഴറ്റിയെടുത്തിട്ട്, തളർന്നു പോകാതെ വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് സവാളയും ഇട്ട് അതൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം ക്യാപ്സിക്കം കൂടി ഇട്ട് സോസുകൾ ഇടണം. അപ്പോൾ സോസ് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി എളുപ്പമാണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ്, 2 തരത്തിലുള്ള ചില്ലി സോസ്, റെഡും ഗ്രീനും ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, സോയാ സോസ്. അപ്പോൾ ടൊമാറ്റോ സോസാണ് ഇത്തിരി കൂടുതൽ എടുത്തേക്കുന്നത്. ബാക്കിയുള്ളത് അതിനേലും കുറവായിട്ട് ഒരു പകുതി അളവിലാണ് എടുത്തേക്കുന്നത്. സോയാ സോസ് ഡാർക്ക് സോയ ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് എടുത്തിട്ടില്ല, 1 ടീസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ആ സോസ് ഞാനവിടെ വെച്ചേക്കുന്നത്. ചില്ലി ചിക്കനിലും ഫ്രൈഡ് റൈസിലൊക്കെ നമ്മൾ ഒരിത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. പഞ്ചസാര പോലെ മധുരം തോന്നാത്ത രീതിയിൽ വേണം ഇടാൻ, ഒരു 1/2 ടീസ്പൂണൊക്കെ. അപ്പോൾ അതും കൂടി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. റൂബിയുടെ ചിക്കൻ വേവിക്കുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഞാൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള സംഭവത്തിൽ ഒഴിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ റൂബിയുടെ ചിക്കനൊന്നും വേവിച്ചിട്ടില്ല, വേവിച്ചതുണ്ട്. അതുകൊണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ ക്യൂബ് ഒരെണ്ണം ഇട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ കോൺഫ്ലോർ കലക്കിയിട്ടുള്ള വെള്ളമാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇത്തിരി കോൺഫ്ലോർ കുറേ അധികം വെള്ളത്തിൽ കലക്കിയിട്ടാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും കട്ട പോലെ ആകെയില്ല. നമുക്ക് പിന്നെ ഈ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്തത് ഇട്ടാൽ മാത്രം മതി, കാര്യം കഴിഞ്ഞ്. ഇതിന് ശേഷം ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഒരു പച്ച തണ്ട് അരിഞ്ഞത്, പച്ച കളറില സംഭവം അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുത്ത് ഇത്തിരി വെള്ള എള്ള് കൂടി ഇട്ട് കൊടുത്താൽ ഒരു ഭംഗിയും കൂടിയാണ്. അപ്പോൾ ഇത് കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടിയൊന്ന് വേകണം. കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ തീ ഓഫ് ചെയ്യുന്ന സമയത്താണ് ഈ 2 സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ്റെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം തന്നെ ഇട്ട് കൊടുക്കണം. അതിനെ വേവിച്ച് കളയരുത്, പച്ചക്ക് കിടക്കണം. എനിക്ക് തോന്നുന്നത് സ്പ്രിംഗ് ഒണിയനും കാട്ടി നല്ല ഒരു ഫ്ലേവർ ലീക്സാണ്. ലീക്സ് അല്ലെങ്കിൽ സെലറി, ഈ 2 സാധനങ്ങൾ, അത് രണ്ടും നല്ല ഒരു ഫ്ലേവറാണ്. സെലറിയാണ് കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്കതിന് സ്പ്രിംഗ് ഒണിയനാണ് കിട്ടിയിട്ടുണ്ടാകുന്നത്, അതാണ് ഇട്ട് കൊടുത്തത്. അതും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ച്. ഇനി കൂടുതൽ ആ ഒരു ബർണറിൻ്റെ ചൂട് കൊണ്ട് അത് കട്ട കണ്ടാന്ന് വെച്ചാൽ അതങ്ങോട്ട് മാറ്റി വെച്ച്. അടുത്തത് നമ്മളുടെ റൈസ്, ഫ്രൈഡ് റൈസ് ആക്കാനായിട്ടുള്ള ആ ചട്ടി എടുത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അത് നമ്മുടെ ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. എന്നിട്ട് അതൊന്ന് ആകണ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ വെജിറ്റബിൾസ് അതിനെ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കൂട്ടത്തിലും നമ്മൾ സവാളയൊന്നും ഇടുന്നില്ല, സ്പ്രിംഗ് ഒണിയൻ്റെ ആ ഒരു ബൾബ് തണ്ട് മാത്രം ഇടണം കേട്ടോ. എന്നിട്ടത് നല്ല രീതിയിലൊന്ന് തീ കൂട്ടി വെച്ച് വെന്ത് പോകാതെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള രീതിയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം ഏറ്റവും അവസാനം ഞാൻ കുറച്ച്
ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ക്യാപ്സിക്കവും വെന്തലിഞ്ഞ് പോയത് ഏറ്റവും അവസാനം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ മുട്ട ഇങ്ങനെ കൂടി കിടന്ന് വെച്ച് ആ മുട്ട ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി ഒരു മുട്ടയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കും. മുട്ടയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് അത് മുട്ടയുള്ളത് റിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഒരു മുട്ട ചേർക്കും. അപ്പോൾ കൂട്ടത്തിൽ ബാക്കി വന്ന അതും കൂടി ചേർത്ത് ഒന്നിച്ച് അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഇളക്കുക. വെന്ത് കഴിയാതെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരി പോലെ ആയിപ്പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഇടയ്ക്ക് ഒരു പീസ് കടിക്കാൻ കിട്ടുമ്പോഴാണ് ആ മുട്ടയുടെ ടേസ്റ്റ് അങ്ങോട്ട് വരുന്നത് ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഇതുപോലെ വലിയ വലിയ പീസുകളാക്കി തന്നെ ഇടണം. ഒഴിച്ച ഉടനെ ഇളക്കരുത്. അത് വെന്ത് കഴിഞ്ഞിട്ട് പീസസ് ആക്കി ഇടുക. എന്നിട്ട് നമ്മൾ റൈസ് വേവിച്ചത് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് അധികം ഇടരുത് ശരിക്കും ഫ്രൈഡ് റൈസിന്. കാരണം ഇതിനകത്ത് സോസുകളും ചിക്കൻ്റെ ഒരു ക്യൂബും കൂടിയിട്ട് ഞാൻ ഇട്ടത് വീഡിയോയിൽ കണ്ടില്ല. എനിക്കൊന്നും ആ സമയത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ക്യൂബ് കൂടി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അജിനോമോട്ടോയാണ് ശരിക്കും ഇതിനകത്ത് ചേർക്കേണ്ടത്. നമ്മൾ എവിടെ നിന്ന് പുറത്തുനിന്ന് മേടിച്ചാൽ അജിനോമോട്ടോ ചേർത്താണ് അവർ ഉണ്ടാക്കണത്. അവർ തന്നെ പറയുന്നുണ്ട്. എന്നാലേ ഫ്രൈഡ് റൈസിൻ്റെ തനതായ രുചി കിട്ടുള്ളൂ. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ആ ഒരു രുചി നമുക്ക് വീട്ടിൽ കിട്ടാത്തത് ഈ അജിനോമോട്ടോ ചേർക്കാത്ത കൊണ്ടാണ്. എങ്കിലും ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഓഫ് ചെയ്യണ സമയത്ത് ഇത്തിരി കുരുമുളക് ചതച്ചതാണെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ കയ്യിൽ ഒരുവിധം ചതച്ച രൂപത്തിൽ തന്നെയുള്ള കുരുമുളക് പൊടിയായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിട്ടിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോയിൽ കിട്ടിയാന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത്തിരി വളരെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതായിട്ട് തന്നെ മറിച്ച് അതിനൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ റിച്ചാർഡ് നാട്ടിലെത്തിയിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ച ആയിട്ടുണ്ട്. ഈ ഒരാഴ്ചക്കുള്ളിൽ ഇന്നാണ് റിച്ചാർഡ് വൃത്തിക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച്. ഇത്രയും ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ ഇന്ന് വെച്ച ഫ്രൈഡ് റൈസ് കംപ്ലീറ്റ് ആൾ കഴിച്ചിട്ടുണ്ട്. കറി ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഈ കറി കൂട്ടി നാളെയും എനിക്ക് ഫ്രൈഡ് റൈസ് തന്നെ ഉണ്ടാക്കി തന്നാൽ മതി മമ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോളേജിലെ വിശേഷങ്ങളാണ് പപ്പ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് പുതിയ കാര്യങ്ങളെന്നൊക്കെയുള്ള ഇതൊക്കെയാണ് റിച്ചാർഡ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.